രണ്ട് നാല് ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പു കേറ്റുന്നതും ഭവാൻ. ഞാൻ തെറപ്പി സെഷൻസ് വരെ എടുക്കാൻ തുടങ്ങിയ ഒരു വ്യക്തിയാണ്. കുറെ പേര് എനിക്ക് ക്യാൻസർ ആണെന്ന് വ്യാഖ്യാനിച്ചില്ലേ. അതിന് പ്രത്യേകിച്ചൊരു ആള് അതിനൊരു കാരണക്കാരനാണെങ്കിൽ, ഇതിപ്പോ എല്ലാവരും ഒരു ഹോൾ ഇൻഡസ്ട്രീനെയാണ് അവരുടെ മാനത്തിനെയാണ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമസ്കാരം. മലയാള സിനിമയ്ക്ക് വലിയ കഷ്ടകാലം. ആ കഷ്ടകാലവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടക്കുകയാണ്. ഇതിന്റെ ഇടയിലാണ് കഴിഞ്ഞ തവണത്തെ എക്സിക്യൂട്ടീവ് മെമ്പർ, 2 തവണ എക്സിക്യൂട്ടീവ് മെമ്പറായ രചന നാരായണൻകുട്ടി ഇപ്പോൾ നമ്മോടൊപ്പം ചേർന്നു. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട, കഴിഞ്ഞ ദിവസം രചന ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റ് വലിയ രീതിക്ക് ചർച്ച ചെയ്യപ്പെട്ടു. ആ പോസ്റ്റ് എന്തിന്റെ ഉദ്ദേശത്തിലാണെന്നാണ് ആളുകൾക്ക് അറിയേണ്ടത്. രചന, നമസ്കാരം. നമസ്കാരം. ഞാൻ പറഞ്ഞത് ശരിയല്ല, കഴിഞ്ഞ ദിവസം ശ്രീകൃഷ്ണ ജയന്തിക്കാന്ന് തോന്നുന്നു ആ പോസ്റ്റ് ഇട്ടിരുന്നല്ലേ? വലിയ ശ്രീകൃഷ്ണ രീതിയിൽ ചർച്ച ജയന്തി. ചെയ്യപ്പെട്ടു. അന്ന് സിദ്ദീഖ് രാജിവെച്ച ദിവസവും കൂടെയായിരുന്നു. അതങ്ങനെ ഒരു സംഭവം ഉണ്ടായിപ്പോയി അലി. ആ, ഞാൻ എന്റെ പോസ്റ്റുകളൊക്കെ ഞാൻ ഷെഡ്യൂൾ ചെയ്തിട്ട് ചെയ്യുന്ന പോസ്റ്റുകളാണ്. ഉം, മാത്രമല്ല, എല്ലാ ശ്രീകൃഷ്ണ ജയന്തിക്കും ഞാൻ പോസ്റ്റുകൾ ഇടാറുണ്ട്. ഉം. പക്ഷെ ഒരു പോസ്റ്റ് അസ്ഥാനത്തായി പോയി എന്നുള്ളത് ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത്. പിന്നെ പക്ഷെ ഞാൻ അത് ഡിലീറ്റ് ചെയ്യാനൊന്നും നിന്നില്ല. എന്റെ ഇന്റൻഷൻസ് വളരെ പ്യുവർ ആയിരുന്നു. ബിക്കോസ് എനിക്ക് കുറെ എസ്പെഷ്യലി ആഫ്റ്റർ വയനാട് ഇൻസിഡന്റ്, എനിക്ക് കുറെ തിരിച്ചറിവുകൾ ഉണ്ടായ ഒരു സംഭവമായിരുന്നു വയനാട് ഇൻസിഡന്റ്. അതിനു മുമ്പും 2018 ഞങ്ങളുടെ നാട്ടില് കുറാഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മല ഒട്ടാകെ ഇടിഞ്ഞു വന്ന് 19 പേരുടെ മരണം കാണാൻ അതിനൊരു സാക്ഷിയായ ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോ ലൈഫിന്റെ പല അൺസർട്ടനിറ്റീസിലൂടെയും പോകുന്നതും അതിനെ വളരെ ഇമോഷണൽ ആയി കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുന്ന ഒരു ഗോഡ് എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല. എന്റെ ഹീറോ ആണ് കൃഷ്ണൻ, ഭഗവാൻ ശ്രീകൃഷ്ണൻ. അപ്പോ അദ്ദേഹത്തിനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ജ്ഞാനപ്പാന എന്ന് പറയുന്നതില് രണ്ട് നാല് ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പു കേറ്റുന്നതും ഭവാൻ എന്നുള്ള വരികളായിരുന്നു ഞാൻ ഷെഡ്യൂൾ ചെയ്ത് വെച്ച പോസ്റ്റ്. അപ്പോ ഇത് വേറെ ഒരു ഉദ്ദേശത്തോടു കൂടിയും ഒന്നുമായിരുന്നില്ല. എന്റെ മനസ്സിൽ ലൈഫിന്റെ അൺസർട്ടനിറ്റീസ് മാത്രമായിരുന്നു. പറഞ്ഞാ വിശ്വസിക്കുമോ എന്നറിയില്ല. എസ്പെഷ്യലി ആഫ്റ്റർ വയനാട് ഇൻസിഡന്റ് ഞാൻ തെറപ്പി സെഷൻസ് വരെ എടുക്കാൻ തുടങ്ങിയ ഒരു വ്യക്തിയാണ്. അപ്പോ അത്രയ്ക്കും മാനസികമായിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള കോഷ്യന്റ് കുറച്ച് കൂടി നിൽക്കുന്ന അവസ്ഥയിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത്, ഒന്നാമത് അതിന്റെ അർത്ഥം തന്നെ മനസ്സിലാക്കാതെയാണ് പലരും അതിൽ കമന്റ് ചെയ്തിരിക്കുന്നത്. രണ്ട് നാല് ദിനം കൊണ്ട് ഒരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ എന്ന് പറഞ്ഞാൽ മുകളിൽ കയറ്റി വെക്കാന്നല്ല അതിന്റെ അർത്ഥം. പണ്ട് കാലത്ത് ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ വടിയിൽ കെട്ടിയിട്ട് തണ്ടിൽ കെട്ടിയിട്ടാണ് അവരെ കൊണ്ടുപോവാ. അതാണ് അതിന്റെ അർത്ഥം. മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കേറ്റുന്നതും ഭവാൻ. Just connect it with the deepest emotion that we all have had for Wayanad incident. അങ്ങനെ നിങ്ങൾക്കൊന്ന് കണക്ട് ചെയ്ത് ചിന്തിച്ചു നോക്കൂ. അല്ല, അപ്പൊ അങ്ങനെയല്ല. ഇതാണോ അങ്ങനെയല്ല. അങ്ങനെ കണക്ട് ചെയ്ത് ചിന്തിക്കണം എന്ന് പറയുമ്പോൾ ആ നേരത്തെ ഉം. ഷെഡ്യൂൾ ചെയ്ത പോസ്റ്റാണ്, കൃത്യമാണ്. പക്ഷെ അതിലർത്ഥം ഇപ്പം പറഞ്ഞു, ഇതിന്റെ അർത്ഥം പറയുമ്പോഴും അവിടെ നമ്മളൊക്കെ കാണുന്നത് രണ്ട് നാൾ ഒരുത്തനെ തണ്ടിലെത്തുന്നു ഭഗവാൻ എന്ന് പറയുമ്പോൾ ഒരു സ്ഥാനത്ത് വരുന്ന ഒരാളെ കുറിച്ചാണ് എന്നുള്ളതാണ് വ്യാഖ്യാനം ഉണ്ടായത്. അത് പെട്ടെന്ന് തന്നെ അത് താഴത്തേക്കും പോയി. എന്ന് വെച്ചാൽ സിദ്ദീഖ് ജനറൽ സെക്രട്ടറി ആയി അന്ന് 1 മാസവും 4 ദിവസവും ആയപ്പോൾ തന്നെ രാജിവെക്കേണ്ട നിലയിലേക്ക് പോയി. അതിനൊപ്പം തന്നെ രചനാ നാരായണൻകുട്ടി എന്ന നേരത്തെ എക്സിക്യൂട്ടീവ് മെമ്പറായ ഊർജ വനിതയാന്ന് ഞാൻ പറയാം. ഞാൻ പല കാര്യങ്ങളും കണ്ടിട്ടുണ്ട്. അവിടെ എല്ലാം മുഖത്ത് നോക്കി പറയുന്ന ഒരു വനിതയായിരുന്നു. ആ വനിത തന്നെ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ, നേരത്തെ ഷെഡ്യൂൾ ചെയ്തതെന്ന് നമുക്ക് ന്യായീകരണങ്ങൾ വരാം, സത്യമായിരിക്കാം. പക്ഷെ അങ്ങനെയല്ല ആളുകൾ എടുത്തതെങ്കിലും അത് തെറ്റു പറയാനുമില്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. തെറ്റ് പറയണ്ട, കുഴപ്പമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യായിരുന്നതും. കുറച്ച് ആളുകൾക്ക് അങ്ങനെ തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ, അതിനെ അങ്ങനെ വ്യാഖ്യാനിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വ്യാഖ്യാനിച്ചോട്ടെ. പക്ഷെ ഇതാണ് അതിന്റെ അർത്ഥം. അത് പറയുകയാണെങ്കിൽ കുറെ പറയണ്ടേ. ഇപ്പൊ ഞാൻ ഈ മുടി മൊട്ടയടിച്ചു, മുണ്ടനം ചെയ്തു തിരുപ്പതി പോയിട്ട്. കുറെ പേര് എനിക്ക് ക്യാൻസർ ആണെന്ന് വ്യാഖ്യാനിച്ചില്ലേ. അതെ, അതെ, അതെ. അങ്ങനെ ചെയ്യാലോ. അങ്ങനെ എന്ത് വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാലോ. വ്യാഖ്യാനങ്ങൾ അതിലെനിക്കൊരു നടക്കട്ടെ, അത് കറക്റ്റാണ്. നമുക്ക് ഇത് നമ്മുടെ അമ്മയിലേക്ക് തന്നെ വരാം. ഇപ്പോൾ അമ്മയിൽ ഒരു കൂട്ടരാജി അല്ലെ?
ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് തൊട്ട് പിന്നാലെ ഒത്തിരി സ്ത്രീകൾ ഒന്ന് വെളിപ്പെടുത്തുന്നു, തന്നെ ശാരീരികമായും മാനസികമായും ഉപദ്രവിച്ചവരുടെ പേരുകൾ വെളിപ്പെടുത്തി ഒന്നിനു പുറകെ ഒന്നൊന്നായി വരുന്നു. അതോടുകൂടി മോഹൻലാലിന്റെ നേതൃത്വത്തിലുള്ള 17 അംഗ സംഘം പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഒരു വാർത്താക്കുറിപ്പ് വരുന്നു. അത്തരമൊരു പിരിച്ചുവിടലിനെ എങ്ങനെയാണ് രചന നാരായണൻകുട്ടി എന്ന എക്സിക്യൂട്ടീവ് മെമ്പർ ആയിരുന്ന ഒരു വ്യക്തിയും ഇപ്പോഴത്തെ അമ്മയുടെ അംഗം എന്ന നിലയിലും എങ്ങനെയാണ് കാണുന്നത്? കൂട്ട ഒളിച്ചോട്ടമല്ലേ അത്? വെരി വെരി സാഡ് ആൻഡ് വെരി വെരി അൺഫോർച്ചുനേറ്റ് ഇൻസിഡന്റ്. ഞാന് ഒളിച്ചോട്ടം എന്നതിനെക്കാട്ടിലും ഞാൻ അതിനെ കാണുന്നത് വെരി അൺഫോർച്ചുനേറ്റ്. നമ്മൾ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ അതിനെ നമ്മൾ അഭിമുഖീകരിക്കുക തന്നെയാണ് വേണ്ടത്. എസ്പെഷ്യലി 506 മെമ്പേഴ്സ് ഉള്ള ഒരു സംഘടന, അവരുടെ വെൽഫെയറിന് വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറയുന്ന ഒരു സംഘടന. ആ സംഘടന ഒരു കൂട്ടരാജിക്ക് മുതിർന്നത് പേഴ്സണലി ആസ് എ മെമ്പർ ആൻഡ് ആസ് എൻ ഒരു ഏർലിയർ എക്സിക്യൂട്ടീവ് മെമ്പർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് വളരെയധികം എന്നെ വിഷമിപ്പിച്ച ഒരു സംഭവമാണ്. അത് വേണ്ടിയിരുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ 100% ഒപ്പീനിയൻ. പിന്നെ ലേറ്റർ ഓൺ അറിയാൻ സാധിച്ചു ഇത് എല്ലാവരുടെയും കൂടിയിട്ടുള്ള ഒരു ഡിസിഷൻ അല്ല, വളരെ കുറച്ചു പേരുടെ ഡിസിഷൻ ആണ് എന്നൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ ഞാനിങ്ങനെ കേട്ടു. ചിലര് പേഴ്സണലി മെസ്സേജ് അയച്ചു രാജിവെക്കുകയാണ് എന്ന് പറഞ്ഞിട്ട്. ഒരു കോമൺ മെസ്സേജ് വന്നു. അതല്ലാതെ ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങളൊന്നും ഇതുവരെ എനിക്ക് അറിയാൻ സാധിച്ചിട്ടില്ല. ബട്ട് എനിക്ക് തോന്നുന്നു ഇതിലും വലിയ പ്രശ്നങ്ങൾ നേരിട്ട ഒരു കമ്മിറ്റി ആയിരുന്നില്ലേ ഇത്, അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റി. എസ്പെഷ്യലി എനിക്കൊക്കെ ഓർമ്മയുണ്ട്, ഞാൻ 2017-18 ആ സമയത്ത് ഞാൻ കയറി ചെല്ലുന്ന ഒരു ഇതിനെപ്പറ്റി യാതൊരു ഐഡിയയും ഇല്ലാതെ ഒരു സാധാരണ അംഗമായിരുന്ന സമയത്ത് നിന്ന് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് കയറി ചെല്ലുന്ന ആ സമയത്താണ് വളരെ അൺഫോർച്ചുനേറ്റും അൺഎത്തിക്കലുമായിട്ടുള്ള ഒരു ഇൻസിഡന്റ് നമ്മുടെ മലയാള മൂവി ഇൻഡസ്ട്രിയിൽ നടന്നതും അതിനെതിരെ അമ്മ സംഘടന ഒരുപാട് നേരിട്ടതും പ്രശ്നങ്ങൾ നേരിട്ടതും ഒക്കെ. അതിനെയൊക്കെ അതിജീവിച്ച് ഓരോ മീറ്റിങ്ങിലൂടെയും ചർച്ചകളിലൂടെയും അങ്ങടും ഇങ്ങടും പറഞ്ഞും തിരുത്തിയും ഒക്കെ ചെയ്ത് അതിൽ നിന്നൊക്കെ കടന്നു വന്ന ഒരു സംഘടനയായിരുന്നില്ലേ ഇത്. ആ സംഘടന ഇങ്ങനെ ചെയ്യുമ്പോൾ വളരെ അത്രയും സ്ട്രോങ് ആയിരുന്നു. പക്ഷെ ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല, നമ്മൾ ആരും അങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല. ഐ എം റിയലി സാഡ് ഫോർ ദാറ്റ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഒളിച്ചോട്ടം എന്ന് തന്നെ നമ്മൾ പറയേണ്ടത്. അങ്ങനെയാണ് പല ആളുകളും പറയുന്നത്, പല അംഗങ്ങളും പറയുന്നത്. പക്ഷേ മോഹൻലാൽ എന്നൊരു വ്യക്തി നമുക്കറിയാം, ലാലേട്ടൻ ഇപ്പോൾ തുടർച്ചയായിട്ട് അമ്മയുടെ പ്രസിഡന്റായി വരുന്നു. ഇതിനു മുമ്പ് WCCയുടെ വിഷയമുണ്ടായപ്പോൾ അദ്ദേഹം അന്നത്തെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ എനിക്ക് തോന്നുന്നു രചനയും അംഗമാണ്. അന്ന് WCCയുടെ വിഷയമുണ്ടായപ്പോൾ മോഹൻലാൽ രാജിക്കത്ത് വരെ മുന്നിൽ വെച്ച ഒരു കമ്മിറ്റി അവിടെ ഉണ്ടായിരുന്നു. ഞാൻ അന്ന് റിപ്പോർട്ട് ചെയ്തതാണ്. ആ വാർത്ത സത്യമായിട്ട് പിന്നീട് എല്ലാവർക്കും കൊടുക്കേണ്ടതായി വന്നു. അന്നും മോഹൻലാൽ എന്ന വ്യക്തിക്ക് പഴി കേൾക്കാൻ കഴിയില്ല. മോഹൻലാൽ നമുക്കറിയാം, അദ്ദേഹം കൃത്യമായി മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ അംഗീകരിക്കാനും ചില അംഗങ്ങൾക്ക് കഴിയാത്ത അവസ്ഥ വന്നപ്പോഴായിരുന്നു അന്ന് മോഹൻലാൽ എന്ന വ്യക്തി അന്ന് രാജിക്കത്ത് നൽകിയത്. ഈ തവണയും അത്തരമൊരു നിലയിലേക്ക് മമ്മൂട്ടി വരെ ഇടപെട്ട് തന്നെയാണ് നമുക്ക് ഒരുമിച്ച് രാജിവെക്കാം എന്ന് പറഞ്ഞു. അന്ന് നടന്നതും ഇതേ തീരുമാനമായിരുന്നില്ല? മോഹൻലാൽ രാജിവെക്കാൻ അന്ന് ഒരുങ്ങിയിരുന്നില്ലേ? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. നമ്മുടെ എല്ലാവരുടെയും ഒരു സ്പെഷ്യൽ എന്നൊന്നും പറഞ്ഞാൽ പോരാ, അത്രയും റിക്വസ്റ്റ് ചെയ്തിട്ടാണ് അദ്ദേഹം ആ സ്ഥാനത്ത് പിന്നീടും തുടർന്നത്. എന്റെ അറിവ് ശരിയാണെങ്കിൽ ഇപ്രാവശ്യം അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. പിന്നീട് മത്സരിക്കാൻ. ഇതുപോലെ മത്സരിക്കാൻ, അതെ. പിന്നീട് ഇതുപോലെ പലരുടെയും റിക്വസ്റ്റ് പ്രകാരമാണ് അദ്ദേഹം ഈ സ്ഥാനത്തേക്ക് വന്നത്. കാരണം അദ്ദേഹത്തെ പോലെ ഒരാള് ഈ ഒരു സ്ഥാനത്ത് ഉണ്ടാവേണ്ടത് അമ്മയ്ക്ക് ആവശ്യമാണ്. ഒരു നേതൃത്വത്തിലിരിക്കുന്ന ആള് ഒരു എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന ഒരാള് ആവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ പല കാര്യങ്ങളും, ഇത് മാത്രമല്ലല്ലോ, അമ്മയിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നില്ലേ, ആ പല കാര്യങ്ങളിലും ഇൻഫ്ലുവൻഷ്യൽ ആവാനായിട്ട് ഒരു ഒരു മെയിൻ കാൻഡിഡേറ്റ് തന്നെയാണ് ശ്രീ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി. അപ്പൊ നമ്മുടെയൊക്കെ ആവശ്യമായിരുന്നു ശരിക്കും അദ്ദേഹം പ്രസിഡന്റ് ആവാന്ന്, അദ്ദേഹത്തിന്റെ ആവശ്യമായിരുന്നില്ല. അപ്പോ മേ ബി അദ്ദേഹത്തിന് തോന്നിക്കാണും, എന്തിനാണ് ഞാൻ ഇതെല്ലാം കേൾക്കുന്നത്, എന്തിനാണ് എല്ലാ പഴികളും കൂടി ഞാൻ ഏറ്റുവാങ്ങുന്നത് എന്നുള്ളത് അദ്ദേഹത്തിന് തോന്നിയതുകൊണ്ടായിരിക്കാം അദ്ദേഹം രാജിവെച്ചത്. പക്ഷെ ഒരു രാജി എന്നൊക്കെ പറയുമ്പോ ഇറ്റ്സ് റിയലി ബാഡ്.
ഒരു ഐക്യമില്ലായ്മയുണ്ട്. എനിക്ക് തോന്നുന്നു അസോസിയേഷൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഐക്യമില്ലായ്മ. അന്ന് തന്നെ സിദ്ദീഖും ജോമോളും ജയൻ ചേർത്തല വിനു മോഹൻ ഉൾപ്പെടെ ഉള്ള അനന്യ ഉൾപ്പെടെ വാർത്താ സമ്മേളനം നടത്തുന്നു. അന്ന് പറയുന്ന പല കാര്യങ്ങളും ഖണ്ഡിച്ചുകൊണ്ട് തന്നെ ആ വാർത്താ സമ്മേളനം കഴിയുന്നതിന് തൊട്ട് പിന്നാലെ ജഗദീഷ് ഒരു വാർത്താ സമ്മേളനം നടത്തുന്നു. ഇവിടെ തന്നെ അഭിപ്രായ വ്യത്യാസം നമ്മൾ കാണുന്നു. അതിൽ മാധ്യമങ്ങളെ പഴിയാറിയിട്ട് കാര്യമില്ല. ഈ ഒരു അമ്മയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് പറയുന്നത് മാധ്യമങ്ങളെ പഴിയാറിയിട്ട് ഒരു കാര്യമില്ല. അത്തരമൊരു അഭിപ്രായ വ്യത്യാസം നിലവിൽ നിലനിൽക്കുന്നുണ്ട്. ഇതിനു മുമ്പും നടന്നിട്ടുണ്ട് എന്ന് രചന കൃത്യമായി തന്നെ രചനയ്ക്ക് പറയാൻ എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്നു. ഇതിനു മുമ്പും ഇങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇത് അഭിപ്രായ വ്യത്യാസം തുറന്നു കാണിക്കാൻ കഴിയുന്നുണ്ട്. സത്യസന്ധമായ കാര്യമല്ലേ? തീർച്ചയായിട്ടും ഇങ്ങനെ പല പല അമ്മ ഒരു ഓർഗനൈസേഷൻ ആയിട്ട് നിൽക്കുന്ന സമയത്ത് പല ഇൻഡിവിജ്വൽസ് ആണ്, പല അഭിപ്രായങ്ങളുള്ള ഇൻഡിവിജ്വൽസ് ആണ് അതിൽ വർക്ക് ചെയ്യുന്നത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആയിട്ട്. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളായിരിക്കും. അതിൽ നമ്മൾ പലതും ചർച്ച ചെയ്യും. എല്ലാതും നമുക്ക് യോജിക്കാൻ പറ്റില്ല. ചിലത് നമുക്ക് യോജിക്കാം, ചിലത് നമുക്ക് വളരെ സന്തോഷപൂർവ്വം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, ചിലത് അത്ര പറ്റില്ല. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും ഓരോ അംഗങ്ങളുടെയും അഭിപ്രായം എടുത്തുകൊണ്ട് അതിൽ ബഹുഭൂരിപക്ഷം വരുന്ന ഒരു അഭിപ്രായത്തിനെ മാനിക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും എല്ലാ പ്രാവശ്യവും ചെയ്തുകൊണ്ട് പോന്നിരുന്നത്. അപ്പോ ഈ അഭിപ്രായ വ്യത്യാസം എന്ന് പറയുന്നത് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഒരു സ്പോക്സ് പേഴ്സൺ എന്ന് പറയുന്ന ഒരു വ്യക്തിനെ നമ്മൾ ഡിസൈഡ് ചെയ്ത് വെച്ചിരുന്നത്. ഞാൻ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന സമയത്ത് അന്ന് ആ സ്പോക്സ് പേഴ്സൺ എന്ന് പറയുന്ന വ്യക്തിനെ നമ്മൾ വെച്ചിരുന്ന സമയത്ത് അത് വളരെ കൃത്യമായിട്ട് പോയിരുന്നു. അവിടെ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോ ആ സ്പോക്സ് പേഴ്സൺ ഉണ്ടോ ഈ കമ്മിറ്റിയിൽ എന്ന് എനിക്കറിയില്ല. ഞാൻ കമ്മിറ്റിയിൽ ഇല്ലാത്തതുകൊണ്ട് പല കാര്യങ്ങളും നമുക്ക് അറിയാൻ സാധിക്കില്ല. ഒരു സാധാരണ അംഗമായിട്ട് തന്നെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പൊ എല്ലാ കമ്മിറ്റിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞുകൊള്ളണമെന്നില്ലല്ലോ. അപ്പൊ തീർച്ചയായിട്ടും ഒരു സ്പോക്സ് പേഴ്സൺ ഇല്ലാത്തതിന്റെ പ്രശ്നം, പറയുന്ന കാര്യങ്ങളിൽ വിരുദ്ധത, പിന്നെ ഓരോരുത്തർക്കും ഉണ്ടാവുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം. ഞാൻ തന്നെ ജയൻ ചേട്ടന്റെ ഒരു പേഴ്സണൽ ഇന്റർവ്യൂ ഞാൻ കണ്ടു, ശ്രീ അലിയായിട്ടുള്ള ഇന്റർവ്യൂ ഞാൻ കണ്ടു. അതിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ ഞാൻ കണ്ടു. അതിനുശേഷമാണ് ഈ പ്രസ് മീറ്റ് ഉണ്ടായത്. അതിനുശേഷമാണ് ജഗദീഷ് ചേട്ടന്റെ അഭിപ്രായ പ്രകടനം ഉണ്ടായത്. അപ്പോ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ എല്ലാ സംഘടനയിലും ഉണ്ട്, നമ്മുടെ മാത്രമല്ല. അതിനെ ഏകോപിപ്പിച്ച് ഒരു സംഘടന പുറത്തു പറയുന്ന കാര്യങ്ങൾ വളരെ വളരെ വ്യക്തതയോടുകൂടിയും വളരെ സൂക്ഷ്മമായും നിരീക്ഷിച്ചുകൊണ്ട് പറയേണ്ടുന്ന കാര്യമാണ്. അത് എന്റെയോ അലിയുടെയോ വേറൊരാളുടെയോ അഭിപ്രായം മാത്രമല്ല, ഒരു ഗ്രൂപ്പിനെയാണ് അവർ റെപ്രസെന്റ് ചെയ്യുന്നത്. അത് വളരെ സൂക്ഷിക്കണമായിരുന്നു എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. അഭിപ്രായ വ്യത്യാസങ്ങൾ എപ്പോഴും ഉണ്ടായിട്ടുണ്ട് അമ്മയില്, ഇല്ല എന്നൊന്നും പറയില്ല, എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഒരു ഏകാധിപത്യമുണ്ടോ? പുരുഷ ഏകാധിപത്യം അമ്മയ്ക്കുള്ളിലുണ്ടോ? പുരുഷ ഏകാധിപത്യം ഒന്നും എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. ഏകാധിപത്യം നടക്കണ നാടല്ലല്ലോ ഇത്. ഇതൊരു ഡെമോക്രസി അല്ലേ, ജനാധിപത്യത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു നാടല്ലേ ഇത്. മുമ്പ് ഉണ്ടായിരുന്നോ ചോദിച്ചാൽ എനിക്ക് പറയാൻ അറിയില്ല. ഞാൻ വന്നതിന് ശേഷം ഞാൻ അനുഭവിച്ചിട്ടുള്ളതായിട്ടുള്ള പല കാര്യങ്ങളിൽ നോക്കുമ്പോഴും നമ്മുടെ അഭിപ്രായങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും വാല്യൂ കൊടുത്തിട്ടുണ്ട് പല സന്ദർഭങ്ങളിലും എന്നുള്ളത് എനിക്ക് പൂർണ്ണമായിട്ടും ഉറച്ച വിശ്വാസമുണ്ട്. അല്ലാതെ ഇത് ഒരൊറ്റയ്ക്ക് ഒരാളൊന്നും വിചാരിച്ചാൽ നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാര്യമൊന്നുമല്ല. ആരും ഒരു മെയിൽ ഡോമിനൻസ് എന്നുള്ളത്, യെസ്, അവരാണ് കൂടുതൽ, മെയിലാണ് കൂടുതൽ ഇതില്. അപ്പൊ അതുകൊണ്ടുണ്ടാവുന്ന ഒരു അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ഒരു ആക്കം മുന്നിട്ട്. മെമ്പർമാർ കൂടുതൽ സ്ത്രീകളും. അതെ, അതാണ് അതിലെ ഒരു കാര്യം. പ്രസക്തമാവുന്ന രചന അവിടെയാണ് ചോദ്യം. അതൊരു വലിയ ചോദ്യം തന്നെയാണ്. പക്ഷെ അലി, ഞാൻ പറയട്ടെ, ഇപ്രാവശ്യം ഇലക്ഷൻ വന്നപ്പോ, ഈ കഴിഞ്ഞ ഇലക്ഷൻ വന്നപ്പോ ഞാൻ നോമിനേഷൻ കൊടുത്തിരുന്ന ആളാണ്. ഞാൻ നോമിനേഷൻ കൊടുക്കാൻ സാഹചര്യം ഉണ്ടായത് എന്താണ്? ആരും നിൽക്കുന്നില്ല, സ്ത്രീകൾ ആരും ഇല്ല, മത്സരിക്കാൻ നിൽക്കുന്നില്ല. ഇത്രയും അധികം സ്ത്രീകൾ ഉണ്ടായിട്ടും ആ ഒരു പൊസിഷനിലേക്ക് സ്ത്രീകൾ ആരും മത്സരിക്കാൻ നിന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ നോമിനേഷൻ കൊടുക്കും. അതാരും ഇല്ല, നിൽക്കുന്നില്ല എന്നുള്ളൊരു അവസ്ഥയിൽ എത്തിയപ്പോഴാണ് ഞാൻ കൊടുത്തത്. ഞാൻ പറഞ്ഞു ഒരാൾ ഇതിൽ കൂടുതൽ വന്നാൽ ഞാൻ അപ്പൊ പിൻവലിക്കും. കാരണം അത് അവര് വരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി വരുന്ന ആളാ. എനിക്ക് ഈ പ്രാവശ്യം മത്സരിക്കണമെന്ന് യാതൊരു ആഗ്രഹവും ഇല്ലാതെ നിന്നിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഒരാൾ കൂടുതൽ കൊടുത്തു എന്നറിഞ്ഞപ്പോൾ ഞാനത് പിൻവലിച്ചു. അപ്പൊ അങ്ങനെ മുന്നിലേക്ക് വരണ്ടേ?
ഇതിന്റെ കൂട്ടത്തിലുള്ള ആളുകള് മുന്നിലേക്ക് വരിക എന്നുള്ളത്, ഇത്രയും മെമ്പേഴ്സ് സ്ത്രീകളായിട്ടുള്ള അംഗങ്ങൾ കൂടുതലുള്ള ഒരു ഇതില് എന്തുകൊണ്ട് ഇലക്ഷന് മത്സരിക്കുന്നില്ല എന്നുള്ളത് ഒരു വലിയ ചോദ്യമല്ലേ. പലർക്കും മത്സരിക്കാൻ ആഗ്രഹമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം അറിഞ്ഞ ഒരു കാര്യമാണ്, പലർക്കും മത്സരിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ അവരൊക്കെ ഓണററി മെമ്പേഴ്സ് ആണ്, അല്ലെങ്കിൽ അവരൊക്കെ പെൻഷൻ വാങ്ങിക്കുന്നു, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൊണ്ടോ അതുകൊണ്ടോ അവർക്ക് മത്സരിക്കാൻ പറ്റില്ല എന്നുള്ളത്. അതിലൊരു വിഷമം നമ്മുടെ ഒരു അംഗം ഈ അടുത്ത് സൂചിപ്പിച്ചിരുന്നു. അങ്ങനെ ഒരു വിഷമം. അതൊക്കെ മാറട്ടെ, എല്ലാവരും മത്സരിക്കട്ടെ, മത്സരിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ മത്സരിക്കട്ടെ. അങ്ങനെയുള്ള റൂൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേഞ്ച് ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. ആ ആ ബൈലോ മാറ്റി സ്ഥാനത്തേക്ക് എഴുതണ്ട സമയമായി. പിന്നെ ഒരു കഷ്ടപ്പെട്ട് ഒരു 1.5 വർഷം കഷ്ടപ്പെട്ട് വക്കീലന്മാരുടെ ഓഫീസിൽ ഞങ്ങള് പോയി ഇരുന്ന് ഓരോന്നും തിരുത്തി ഓരോന്നും ലോ ഒന്നും പഠിച്ച ആളല്ല ഞാൻ. ഇപ്പൊ എന്തൊക്കെയോ എനിക്കറിയാം, നമുക്ക് എവിടേക്കോ എന്തൊക്കെയോ അറിയാം എന്നുള്ള ഒരു വസ്തുത. അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ് ഇത്തരത്തിലൊരു മാറ്റം ഉണ്ടാക്കിയത്. സ്ത്രീകൾക്ക് ഒരു പ്രത്യേകിച്ച് ഒരു പ്രാധാന്യം ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ, പ്രാതിനിധ്യം ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അവിടുന്നാണ് ഈ 4 പേര് എങ്കിലും എന്നുള്ളതിലേക്ക് വന്നത്. ഇനിയും മാറണം, മാറിയേ പറ്റുള്ളൂ. മാറേണ്ട സമയത്ത് തന്നെ മാറണം. അല്ല, ഇതൊരു ഇവോൾവിംഗ് ആണ്. ഇവോൾവ് ആയിട്ട് വരണം. മനുഷ്യനും അങ്ങനെയല്ലേ. നമ്മള് ചെറുപ്പത്തിലുണ്ടായിരുന്ന ഓക്കെ 20 വയസ്സിലുണ്ടായിരുന്ന നമ്മളല്ല 25 വയസ്സിൽ, അതിലുണ്ടായിരുന്ന നമ്മളല്ല 30 വയസ്സിൽ, 30 വയസ്സിലുണ്ടായിരുന്ന ഞാനല്ല 35, 35-ലുള്ള ആളല്ല 40-ല്. ദർ ഇസ് ഒരു ഇവോൾവിംഗ് ഹാപ്പൻ ചെയ്യുന്നുണ്ട് ഓരോരുത്തരെയും. അത് സംഘടനയുടെ കാര്യത്തിലും വരണം. കാലത്തിനനുസരിച്ച് എന്താണോ ആവശ്യം ഉള്ളത് അതാണ് സംഘടനയും നൽകേണ്ടത്. അതിന്റെ മെമ്പേഴ്സിന് വെൽഫെയർ എന്ന് പറഞ്ഞ് നല്ല രീതിയിൽ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് സംഘടന നൽകേണ്ടത്. അത് മാറും. അത് മാറേണ്ട സമയമായി. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം, ഇപ്പോൾ ആരോപണങ്ങൾ പല താരങ്ങൾക്കെതിരെയും വന്നു കഴിഞ്ഞു. അത് ആരോപണങ്ങളാണ്. നമ്മൾ അത് സത്യസന്ധത കണ്ടെത്തുന്നത് ഇനി പോലീസാണ് അതിൻ്റെ കാര്യങ്ങൾക്ക് പോകണം. വന്ന് പറയുന്ന പല ആളുകളും ജൂനിയർ ആർട്ടിസ്റ്റുകളായി വന്ന് പല മേഖലയിൽ നിന്നുള്ളവരും ഒന്ന് പറയുന്ന ആരോപണമുണ്ട്. പക്ഷേ നമ്മൾ ആരും അത് വിശ്വസിക്കാതെന്നും വിശ്വസിക്കാതിരിക്കാനും പറ്റില്ലാത്ത അവസ്ഥയിലുള്ള ആരോപണമാണ്. രചനയെ സംബന്ധിച്ചോളം ഇത്രയുമൊക്കെ കേട്ടുകേളു ഇപ്പോൾ ഈ കേൾക്കുന്നത് പോലെയൊക്കെ രചനയ്ക്ക് സംഭവിച്ചിട്ടുണ്ടാകില്ല എന്ന് ഞാൻ പറയുന്നതും ഉണ്ടോ എന്നും ഞാൻ പറയുന്നതും ശരിയല്ല. അങ്ങനെ ഉണ്ടാകാറുണ്ട് എന്ന് രചനയ്ക്ക് തോന്നുന്നുണ്ടോ ഈ സിനിമാ മേഖലയിൽ? എല്ലാ മേഖലയിലും ഉണ്ടെന്നായിരിക്കും മറുപടി, പക്ഷെ സിനിമാ മേഖലയിൽ അല്ല, എല്ലാ മേഖലയിലും ഉള്ളതുപോലെ സിനിമാ മേഖലയിലും ഉണ്ട് എന്നുള്ളതാണല്ലോ ഇവരെല്ലാവരും പറയുന്നതും അവരെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അതിന്റെ വാസ്തവം. അങ്ങനെ ഒരാൾ വന്ന് പറയുന്നുണ്ടെങ്കിൽ അതുള്ളത് കൊണ്ടാണല്ലോ അവരതങ്ങനെ വന്ന് പറയണത്. ഡിഫെയിം ചെയ്യാൻ ആണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ പറയുന്ന ആള്, കുറ്റാരോപിതനായിട്ടുള്ള ആള് അല്ലെങ്കിൽ കുറ്റാരോപിതയായിട്ടുള്ള ആള്, ദേ ഹാവ് ടു പ്രൂവ്. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളത് പ്രൂവ് ചെയ്യണം. അത് അവരുടെ കർമ്മമാണ്, അവരുടെ ധർമ്മമാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയുന്നത്. എന്താ പറയാ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ രചനയ്ക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതല്ല. രചനയ്ക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇല്ലാതെ ഇരുന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഉണ്ടായിട്ടുള്ള ആൾക്കാരുണ്ടെന്നേ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും വളരെ വ്യക്തമായിട്ട്. എനിക്ക് കിട്ടിയ ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് 235 പേജുള്ള ഒരു റിപ്പോർട്ടാണ്. ഞാൻ 2 പ്രാവശ്യം ഇരുന്ന് വായിച്ചിട്ടാണ് അതില് പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി എടുക്കാനൊക്കെ ശ്രമിച്ചത്. പലതും എനിക്ക് ഈ ഇൻഡസ്ട്രിയിൽ നിന്നുകൊണ്ട് എനിക്ക് മനസ്സിലാകാത്ത അല്ലെങ്കിൽ ഞാൻ അനുഭവിക്കാത്ത ഒരുപാട് കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിട്ടുള്ള വിറ്റ്നസ്സുകൾ പറഞ്ഞിട്ടുള്ളത്. അത് ഒരാള് പറയുമ്പോ അത് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയാൻ നമുക്ക് എങ്ങനെ സാധിക്കും? അയാളുടെ അനുഭവം അല്ലേ പറയണേ. അത് തീർച്ചയായിട്ടും ഇല്ല എന്ന് പറഞ്ഞ അങ്ങനെ മാറാനൊന്നും പറ്റില്ല. അങ്ങനെ ഒരു കുറ്റം ഒരാളുടെ പേരിൽ ആരോപിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പൊ എന്നെ സംബന്ധിച്ച് എന്താന്ന് വെച്ചാൽ, ഞാൻ ഇതിന്റെ മേഖലയില് എനിക്ക് ഇതിന് പേഴ്സണലി ഇത്രയും ഇതില്ലാത്തത്, എന്റെ പ്രധാന മേഖല സിനിമയല്ല. എന്റെ പ്രധാന മേഖല നൃത്തമാണ്. അതിലാണ് ഞാൻ പണ്ടും ഇപ്പോഴും ഞാൻ സജീവമായിട്ട് വർക്ക് ചെയ്യുന്നത്. ഞാന് 11 വർഷമായി സിനിമയില് എന്നുണ്ടെങ്കിൽ ഒരു 32 സിനിമ ചെയ്തുവെങ്കിലും ഞാൻ വല്ലപ്പോഴും വന്നു പോയി അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ സ്ഥിരമായിട്ട് എന്റെ ഒരു ഉപജീവനം എന്ന് പറയുന്നത് സിനിമയല്ല. പക്ഷെ ദാറ്റ് ഡസൻ മീൻ എനിക്കിതിൽ ഉത്തരവാദിത്തം ഇല്ല എന്നല്ല. പ്രത്യേകിച്ച് അമ്മ പോലൊരു സംഘടനയിൽ 6 വർഷം ഭരണസമിതിയിൽ ഇരുന്ന ഒരാള് എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ
ഞാനും അതില് എന്താ പറയാ വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാവേണ്ട വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് സമയമെടുത്ത് ഇത് വായിച്ചതും അതിനെപ്പറ്റി അറിഞ്ഞതും പഠിച്ചതും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറെ സജഷൻസ് ഉണ്ട് അലി ഇതില്. അതെ എന്ത് അതെ. ഭംഗിയായിട്ട് നടത്താൻ പറ്റുന്ന ഈ ഇൻഡസ്ട്രീനെ, എനിക്ക് ഈ ഇൻഡസ്ട്രി ഭയങ്കര ഇഷ്ടമാണ് ശരിക്കും പറയാച്ചാ. ഞാൻ ഇമോഷണൽ ആവും എപ്പോഴും ഇൻഡസ്ട്രീനെ പറ്റി പറയുമ്പോൾ. ഞാന് 2014 അമ്മയില് ഞാൻ അംഗമാവുന്ന സമയത്ത്, സാധാരണ ഒരു ലൈഫ് മെമ്പർ ആവുന്ന സമയത്ത്, നമ്മൾ എന്താ കാണുന്നത്? പുറമേന്ന് നോക്കുമ്പോ വർഷാവർഷമുള്ള ജനറൽ ബോഡിയിലുള്ള സന്തോഷങ്ങളും ആഘോഷങ്ങളും ഒക്കെ നോക്കി കണ്ടുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് വരുന്നത്. അപ്പൊ നമ്മൾ ഇത് കാണുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷം അത് തന്നെയാണ് ഈ ഒരു ഹോൾ ഇൻഡസ്ട്രിയിലും പടരേണ്ടത്. അത് അത് പടരുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്തോ പ്രശ്നമുണ്ട് എന്ന് തന്നെയല്ലേ അതിനർത്ഥം. അത് തീർച്ചയായിട്ടും. റെക്ടിഫൈ ചെയ്ത് അതിന് പ്രത്യേകിച്ചൊരു ആള് അതിനൊരു കാരണക്കാരനാണെങ്കിൽ ആ, അത് അവർക്ക് വേണ്ട ശിക്ഷ ലഭിക്കുക തന്നെ വേണം. നോ ഡൗട്ട് ഉണ്ട്. ഈ അതിലൊരു സംശയം. ആരോപണ വിധേയരായ ഒരു മാറി നിൽക്കണമെന്ന് തന്നെയല്ലേ രജനിയുടെ അഭിപ്രായം? അതെ, അത് അവരുടെ ഒരു ധാർമ്മിക ധർമ്മമാണ്. ഇപ്പൊ എന്നെ പറ്റി ആരെങ്കിലും നാളെ എന്തെങ്കിലും ആരോപിക്കുകയാണ്, ഞാനൊരു സ്ഥാനത്തുള്ള ആളാണ് എന്നുണ്ടെങ്കിൽ ഞാൻ പറയാണ്, ഞാൻ മാറി നിൽക്കുന്നു. ഇത് കേസ് ഞാൻ കുറ്റക്കാരനല്ല എന്ന് തെളിയിക്കുന്നത് വരെ ഞാൻ മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നുള്ളതാണ്. പക്ഷെ അതിന് ഒരു പേഴ്സണലി ചിലപ്പോൾ അവർക്ക് കോൺഫിഡൻസ് ഉണ്ടാവുമായിരിക്കും. ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ തെറ്റല്ല ചെയ്തിരിക്കണേ എന്നുള്ളത് കൊണ്ടായിരിക്കാം പലരും ഇപ്പോഴും അതിൽ നിലനിൽക്കുന്നത്. അപ്പൊ ലെറ്റ് ദം പ്രൂവ് ഇറ്റ്. അതാണ്. അമ്മയ്ക്കൊരു മെല്ലപ്പോക്ക് നയമുണ്ടോ? എന്താ ഉദ്ദേശിച്ചത്? അമ്മയ്ക്കൊരു മെല്ലപ്പോക്ക് നയം, ഓരോ കാര്യങ്ങൾ പറയുന്നതിൽ ഒരു മെല്ലപ്പോക്ക് നയമുണ്ടോ? അമ്മ എന്ന് പറയുന്ന സംഘടന വളരെ തിരക്കുള്ള ഒരുപാട് ആൾക്കാരുടെ ഒരു സംഘടനയാണ്. ഇപ്പോ ഇന്നിപ്പോ അലി എന്നെ എത്ര ദിവസമായി വിളിക്കണം? ഒരു 5-6 ഇത് തുടങ്ങിയ അന്ന് തൊട്ട് എന്നെ വിളിക്കണമെന്നല്ലേ? നമ്മൾ അതെ അതെ അതെ. സംസാരിക്കാൻ ഇപ്പോഴാണ്. അത് അതെ. ഞാൻ മനഃപൂർവ്വം അലീനെ അവോയ്ഡ് ചെയ്യുന്നതൊന്നുമല്ല. എനിക്ക് ഫ്രീ ആയിട്ട് ഒക്യുപ്പൈഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് അതിൽ ഇടപെടാൻ പറ്റില്ല എന്നുള്ളതാണ്. പക്ഷെ ഒരു എക്സിക്യൂട്ടീവിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അവര് പെട്ടെന്ന് എടുക്കാവുന്ന കുറെ കാര്യങ്ങൾ, ഇപ്പൊ ഉം, ഉം, നമുക്ക് ഓൺലൈൻ ഉം. സംവിധാനങ്ങളും ഒക്കെ ഉണ്ടല്ലോ. നമ്മൾ എത്ര ഓൺലൈൻ മീറ്റിംഗ്സ് നടത്തിയിരിക്കുന്നു? അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉള്ള സമയത്ത് എത്ര ഓൺലൈൻ മീറ്റിംഗ്സ് നടത്തിയിരിക്കുന്നു? ഒരു ഓൺലൈൻ കൂടിക്കൊണ്ട് എല്ലാവർക്കും വരാൻ പറ്റാവുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഓൺലൈൻ മീറ്റിംഗ് കൂടിക്കൊണ്ട് ഡിസിഷൻസ് എടുക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോ ഒരു പിന്നെ ഇത് പറഞ്ഞ പോലെ മെല്ലെപ്പോക്ക് നയമുണ്ടോ എന്ന് ചോദിച്ചത്, ഇത് ഹേമ കമ്മിറ്റീനെ പറ്റി പറയാൻ വൈകിയത് കൊണ്ടാണോ അങ്ങനെ ചോദിച്ചത് എന്നുള്ളത് എനിക്കറിയില്ല. അതാണ് ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. അതാണെങ്കിൽ ഇതിനെ മനസ്സിലാക്കാൻ കുറച്ച് സമയം വേണം എന്നുള്ളത് സത്യമാണ്. ഇതൊന്ന് അറിയാൻ കുറച്ച് സമയം, ഇതൊന്ന് വായിച്ച്, ഇത് വളരെ ലീഗൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളും അതിന് ഉള്ള സജഷൻസും ആണ് 3 പേരും ചേർന്നുകൊണ്ട് കൊടുത്തിരിക്കുന്നത്. അതിനെ മനസ്സിലാക്കാനുള്ള ഒരു സമയം ഉള്ള കിട്ടുക എന്ന് പറയുന്നത് അതൊരു അവരുടെ ഒരു റൈറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാതെ ആ, ചില കാര്യങ്ങളിൽ ഉത്തരം പറയുക, ചില കാര്യങ്ങളിൽ ഉത്തരം പറയാതിരിക്കുക എന്നുള്ളതൊക്കെ ആ, അവരുടെ ഒരു എക്സ്ക്ലൂസീവ് ഡിസിഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വെള്ളപ്പൊക്ക നയമുള്ളതായിട്ടൊന്നും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. അല്ല, അടിയന്തരമായി ഇപ്പൊ നേരത്തെ പറഞ്ഞ ഒരു എക്സിക്യൂട്ടീവ് യോഗമൊക്കെ വിളിക്കുകയും സൂമിലൊക്കെ കൂടി കാര്യങ്ങൾ തീരുമാനിക്കാം. നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ട്, പല പ്രാവശ്യവും ചെയ്തിട്ടുണ്ട്. അതൊക്കെ ചെയ്യാവുന്നത് തന്നെയുള്ളൂ. അപ്പൊ അത് ചെയ്തില്ല. ഇപ്പം ജനറൽ ബോഡി അതാണല്ലോ. വരികയാണ്, 2 മാസത്തിനുള്ളിൽ ജനറൽ ബോഡി വരുമെന്നാണ് പറയുന്നത്. അതിന് ഒത്തിരി മാനദണ്ഡങ്ങൾ, ഒരു ഇലക്ഷൻ ആണെങ്കിൽ എന്തായാലും ഇലക്ഷൻ ഉണ്ടാകും. ഇലക്ഷൻ ആണെങ്കിൽ 21 ദിവസം മുമ്പ് തന്നെ നോട്ടീസ് നൽകണം, അതിന്റെ പ്രക്രിയകൾ നടക്കണം. അപ്പോൾ അതൊക്കെ നടത്താൻ പോലും ഇനി ആളില്ലാത്ത അവസ്ഥയെന്നാണ് ഞാൻ അറിയുന്നത്. അതങ്ങനെ നിൽക്കട്ടെ. ഇനി ഒരു ഇലക്ഷനിൽ വരുമ്പോൾ സ്ത്രീകളുടെ പ്രാതിനിധ്യം, കീ കീ ആയിട്ട് നിൽക്കാൻ വേണ്ടി പ്രസിഡന്റായിട്ടും ജനറൽ സെക്രട്ടറി ആയിക്കോട്ടെ സ്ത്രീകളുടെ ഒരു പ്രാതിനിധ്യം വരണമെന്ന് തന്നെയല്ല ആഗ്രഹിക്കുന്നത്. ഉറപ്പായിട്ടും വരണം, ഉറപ്പായിട്ടും വരണം. ഇതിൽ ഒരുപാട് കഴിവുള്ളവരുണ്ട്. നേതൃത്വ പാഠവും ചെയ്യാനായിട്ട് ധൈര്യമുള്ളവരുണ്ട്, കഴിവുള്ളവരുണ്ട്. അവരൊക്കെ മുൻപോട്ട് വരണം. എന്താണ് ഇത്രയും നാളെ എല്ലാവരും പിന്നിലോട്ട് നിന്നത് എന്ന് എനിക്കിപ്പോഴും മനസ്സിലാവാത്ത ഒരു കാര്യമാണ്. ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സ്ഥാനത്തേക്ക് വരണം എന്നുള്ളത്. അവരൊക്കെ വരണം, അവരുടെയൊക്കെ ഐഡിയാസ് വരണം, അവരുടെയൊക്കെ തോട്ട്സ് വരണം, അവരുടെയൊക്കെ ക്രിയേറ്റീവ് മൈൻഡ് ഇതിൽ വരണം. സ്ത്രീകൾ വരുമ്പോൾ ഞാൻ ഞാൻ കുറച്ച് അഹങ്കാരത്തോടു കൂടി ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്,
there is a certain grace that every woman hold. ആ ഗ്രേസ് വരുമ്പോ തന്നെ മൊത്തത്തിൽ ഒരു മാറ്റം ഉണ്ടാവും. തീർച്ചയായിട്ടും. ആയിട്ടും അത് അത് എന്തൊക്കെ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞോളൂ, സ്ത്രീകളെ എങ്ങനെയൊക്കെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, പക്ഷെ ദർ ഇസ് എ സർട്ടൻ ഗ്രേസ് ദാറ്റ് ഈച്ച് ആൻഡ് എവ്രി എല്ലാ സ്ത്രീയും ഹോൾഡ് ചെയ്യുന്ന ഒരു ഗ്രേസ് ഉണ്ട്. അപ്പൊ ഇത്രയും അധികം സ്ത്രീകൾ ഹോൾഡ് ചെയ്യുന്ന ആ ഗ്രേസ് എല്ലാം കൂടി ഒരുമിച്ച് വരുമ്പോ ഉണ്ടാവുന്ന ഒരു ഭംഗിനെ പറ്റി ആലോചിച്ച് നോക്കും. അങ്ങനെ വരണം, മടിച്ചു നിൽക്കരുത് എന്ന് തന്നെയാണ് 100% ഞാൻ ആഗ്രഹിക്കുന്നത്, പേഴ്സണലി ഞാൻ ആഗ്രഹിക്കുന്നത്. രജനിക്ക് ആരെങ്കിലും നിർദ്ദേശിക്കാനുണ്ടോ? പ്രസിഡന്റ് അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറിക്ക് ഇന്ന സ്ത്രീകൾ വന്നാൽ കൊള്ളാമായിരുന്നു, ആരെങ്കിലും പേര് നിർദ്ദേശിക്കാൻ കഴിയും? എനിക്ക് ഉർവശി ചേച്ചി വന്നാൽ കൊള്ളാമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട്. പണ്ടുതൊട്ടേ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു നടിയും വ്യക്തിയുമാണ് ഉർവശി ചേച്ചി. എന്തും ഞാൻ എന്റെ തുറന്നു പറയാൻ കഴിവുള്ള വ്യക്തിയും കൂടെയാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എനിക്ക് ഉർവശി ചേച്ചി വന്നാൽ കൊള്ളാമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ പേഴ്സണലി. ഈ വിഷയം വന്നപ്പം രഞ്ജിത്തിനെതിരെയും അമ്മയിൽ ഉണ്ടാകുന്ന ഒരു നയത്തിനെതിരെയും വെട്ടിത്തുറന്ന് പറഞ്ഞ ഏക വനിത എന്ന് പറഞ്ഞ ആദ്യത്തെ വ്യക്തിയാണ് ഉർവശി. യെസ്, തീർച്ചയായിട്ടും ചേച്ചി വന്നാൽ കൊള്ളാമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ ഉള്ള നല്ല ആളുകൾ വരണം. അവസാനമായി ഒരു ചോദ്യം കൂടി ചോദിക്കുന്നു. താരസംഘടന അമ്മയ്ക്കുണ്ടായ ഈ ഒരു കളങ്കം വലിയ രീതിയിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് പല ആളുകളും ഇരുട്ടത്ത് നിൽക്കുന്നു എന്നതിലേക്ക് കുറെ ആളുകളുടെ പേര് ആരോപണം. ഹേമ കമ്മിറ്റിയിലും മറവായി പറയുന്നു കുറെ ആരോപണം, പക്ഷെ അവരുടെ പേരൊന്നും പുറത്തു വരുന്നില്ല. രജനെ ഒരു സിനിമാ മേഖലയിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ചോദിക്കുന്നു, ഇവരുടെയൊക്കെ പേര് ഈ ഈ ഈ വേട്ടക്കാരുടെ പേരുകളെല്ലാം പുറത്തു വിടേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതിനു വേണ്ടി താരസംഘടന കോടതിയെ സമീപിക്കേണ്ടതുമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ഒരു എന്താ അറിയോ, ഇതിപ്പോ കുറച്ചു പേരുടെ പേരുകളാണ് അതിലുള്ളത് എന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാൻ സാധിച്ചത്. ആ പേരുകൾ വന്ന ബാക്കിയുള്ളവർ കൂടി നേരിടുന്ന ഒരു വലിയ പ്രശ്നം കൂടെ തീരില്ലേ? ഇതിപ്പോ എല്ലാവരും ഒരു ഹോൾ ഇൻഡസ്ട്രീനെയാണ് ഇതൊരു അവരുടെ മാനത്തിനെയാണ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കണേ. അതിൽ പറയുന്നത് ആ റിപ്പോർട്ടിൽ പറയുന്ന പ്രകാരം ഇപ്പൊ ഈ സിനിമ ഇൻഡസ്ട്രിയിൽ അഭിനയിക്കുന്നവരെല്ലാവരും ഈ പറഞ്ഞ ആളുകളുടെ കൂടെയൊക്കെ അഭിനയിച്ചവരാണ്. ഇപ്പൊ ഞാനാണെങ്കിലും, ഞാൻ എന്നുള്ള ആക്ടർ ഈ ആരോപണ വിധേയരായവരുടെ ഒക്കെ കൂടെ അഭിനയിച്ച ആൾക്കാരാണ്. അപ്പൊ നമ്മളൊക്കെ ഒരു സ്ലട്ട് ഷെയ്മിങ് നേരിടുകയാണ് ഓൺലൈൻ മീഡിയയിലൂടെ. എന്തൊക്കെയാണ് പറയണേ എന്നുള്ളത് അറിയോ? അപ്പോ നമ്മളൊക്കെ അങ്ങനെ നിന്നുകൊണ്ടാണ് ഇത്തരത്തിലൊരു നിലയിലെത്തിയത് എന്നുള്ള സ്ലട്ട് ഷെയ്മിങ്ങും അതെല്ലാം കൃത്യമായി ഒരു ധാരണയിലുള്ള ആ ആളുകളുടെ പേര് ആര് പേടിച്ചിട്ടാണ് ഇത് പറയാതിരിക്കണതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തിനാണ് പേടിക്കുന്നത്? അങ്ങനെ ഒരു ആരോപണം ഒരാൾക്ക് മേലിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇപ്പോ കേസുകൾ നടക്കുകയാണല്ലോ, അപ്പൊ വളരെ ഇത് അതെ, അങ്ങനെ പറയട്ടെ, പേര് പറയട്ടെ, കുറ്റാരോപിതരായവര് പ്രൂവ് ചെയ്യട്ടെ, അവര് ചെയ്തിട്ടില്ലെങ്കിൽ അവര് പ്രൂവ് ചെയ്യട്ടെ. ഞാനിതെല്ലാം എന്റെ 100%ത്തിലും ഞാൻ ആഗ്രഹിക്കുന്നത് ഈ വീക്ക്നെസ്സുകൾ പറഞ്ഞ പേര് വരണം എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് ഒരേ ഒരു സജഷൻ അല്ലെങ്കിൽ ഒരേ ഒരു തോട്ട് ഉണ്ടായത്, ഇത്രയും വൈകണ്ടിയിരുന്നില്ല ഈ റിപ്പോർട്ട് വരാൻ. ഇത്രയും വൈകണ്ടിയിരുന്നില്ല. ആ റിപ്പോർട്ട് അവര് വളരെ അതില് എഴുതിയിട്ടുണ്ട്, പലപ്പോഴും രാത്രി കാലങ്ങളിലൊക്കെയാണ് അവര് സമയമെടുത്ത് ഓരോരുത്തരുടെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് അവര് അത്രയും കഷ്ടപ്പെട്ട് അവരുടെ ബാക്കിയുള്ള ബുദ്ധിമുട്ടുകൾ എല്ലാവരും സഹിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഇതിലൊരു മാറ്റം വരണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് 3 പേരുടെ ആ കമ്മിറ്റി ഇതിനു വേണ്ടി പ്രവർത്തിച്ചത്. അതിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ദ കേരള സിനി എംപ്ലോയീസ് റെഗുലേഷൻ ആക്ട് 2020 എന്ന് പറഞ്ഞിട്ടാ കൊടുത്തേക്കണേ. ഒരു ട്രിബ്യൂണലിനെ പറ്റിയും എല്ലാം മെൻഷൻ ചെയ്തുകൊണ്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. 2020 നടക്കേണ്ടുന്ന ഒരു ആക്ടിങ്ങിന് ഒരു ആക്ട് കൊണ്ടുവരാം എന്നുള്ള ഒരു സജഷനും എല്ലാം അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോ അത് അന്ന് നടപ്പിലാക്കിയിരുന്നെങ്കിൽ ഇതിപ്പോ 4 വർഷമായില്ലേ, ഇതൊരു ബ്യൂട്ടിഫുൾ ഒരു പ്രോപ്പർ ഒരു എംപ്ലോയർ ഒരു റെഗുലേഷൻ വന്നേനെ ഇല്ലേ? ഇത്രയും വൈകിക്കേണ്ടിയിരുന്നോ എന്നുള്ളത് ഒരു പ്രധാന ക്വസ്റ്റ്യൻ ആണ്. എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളത് പിന്നീട് ഞാൻ അറിഞ്ഞു. മെമ്പർ എനിക്ക് തോന്നുന്നു WCC മെമ്പർ ആണോ ഇവരുടെ പേര് പറയരുത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു റിക്വസ്റ്റ് പോയിരുന്നു. അങ്ങനെയൊക്കെ ഞാൻ അറിഞ്ഞു. പക്ഷേ എന്താണ് ഇതിനൊരു പ്രയോജനം ഉണ്ടായത്? ഈ ഒരു ഇപ്പൊ ഹേമ കമ്മിറ്റി അല്ല ചർച്ച ചെയ്യുന്നത്.
അപ്പൊ അമ്മയാണ് ചർച്ചാ വിഷയം. അമ്മയിലെ അംഗങ്ങളാണ് ചർച്ചാ വിഷയം. ഹേമ കമ്മിറ്റിയിൽ ഒരുപാട് എത്രയോ നല്ല അമെൻമെന്റ്സ് കൊണ്ടുവരാനുള്ള ഒരുപാട് പോയിന്റ്സ് അവർ കൊണ്ടുവന്നു. അതില് ഒരു നല്ല നല്ല ആം, എന്താ പറയാ, ഒരു എല്ലാവരും കൂടി ഇരുന്ന് ചർച്ച ചെയ്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരുപാട് ഡിസിഷൻസ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊന്നും എന്താ ചർച്ച ചെയ്യാത്തത്? തീർച്ചയായിട്ടും. അതൊക്കെ എന്താ അടിയിൽ ഇത്? എനിക്ക് തോന്നുന്നു നിങ്ങളെ പോലെയുള്ളവർക്കൊക്കെ ആ ഒരു ധർമ്മം കൂടി ഉണ്ടെന്ന് തോന്നുന്നു. അരി അത് തീർച്ചയായിട്ടും ചെയ്യണം. അതും ചർച്ച ചെയ്യേണ്ട ഇത് കാര്യങ്ങളാണ്. മാത്രല്ല, അതും ചർച്ച ചെയ്യണം. അതും വരട്ടെ. ഈക്വൽ റെമ്യൂണറേഷന്റെ കാര്യങ്ങളില്, ജോലി സമയത്തിന്റെ കാര്യങ്ങളില്, ഡ്രഗ് അബ്യൂസിന്റെ കാര്യത്തില്. അതിലൊരു പ്രധാന പോയിന്റ് എന്ന് പറയുന്നത് അതാണ്. അഡിക്റ്റ് ആയിട്ട് ഉള്ള ഇമോഷണൽ സ്റ്റേറ്റിലാണ് ഇവരൊക്കെ ഇതിന് മുതിരുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആയിട്ട് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതൊന്നും എന്തേ നമ്മൾ കാണുന്നില്ല? എന്തേ അതൊന്നും ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല? അതൊക്കെ വരട്ടെ. എല്ലാ പോയിന്റ്സും അതിൽ ചർച്ചയാവട്ടെ. അവർ ഇത്തവണ ഇത്രയും ജന എഫേർട്ട്. ഇത്തവണ ഇത്ത- ഇത്തവണ ജനറൽ ബോഡി വരികയാണ്, മത്സരം ഉണ്ടാകും. രചന മത്സരിക്കുന്നുണ്ടോ? ഞാൻ മത്സരിക്കുന്നില്ല. ഉറപ്പിച്ചോ? ഉറപ്പിച്ചു, ഞാൻ ഇല്ല, മത്സരിക്കുന്നില്ല. രണ്ട് കാരണം ടൈമില് അല്ല, എക്സിക്യൂട്ടീവ് മെമ്പർ ആയിരുന്ന വ്യക്തിയാണ്, ഇതിന്റെ കാര്യങ്ങൾ അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഒരു മത്സരരംഗത്തേക്ക് വരാനുള്ള മടി എന്തിനാണ്? മടിയല്ല. എനിക്ക് എന്റെ പേഴ്സണൽ കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ അലി എന്നെ കുറെ പ്രാവശ്യം വിളിച്ചിട്ട് കിട്ടാതിരുന്നതിന്റെ കാരണങ്ങൾ എന്റെ പഠനം ഒരു സൈഡിൽ കൂടെ നടക്കുകയാണ്. ഞാൻ ചിലപ്പോൾ അടുത്ത കൊല്ലം ഇവിടെ നാട്ടിലുണ്ടായിന്ന് വരില്ല. ഒരു സംഘടനയിൽ പ്രവർത്തിക്കുമ്പോൾ മുഴുവനായിട്ടും അതിന് 100% കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ഞാൻ ചിലപ്പോൾ നാട്ടിൽ ഉണ്ടാവില്ല എന്നുള്ള അവസ്ഥ കൊണ്ടാണ് ഞാൻ ഇപ്രാവശ്യം അത് പിൻവലിച്ചത്. അപ്പൊ തീർച്ചയായിട്ടും രചന, അടുത്ത എനിക്ക് തോന്നുന്നു പ്രാവശ്യം ഞാൻ ഉണ്ടാവില്ല. രചനയുടെ ആദ്യ പ്രതികരണമായിരിക്കും ഇതെന്ന് എനിക്ക് തോന്നുന്നു, ഈ വിഷയങ്ങൾ ഉണ്ടായിട്ട് അല്ലേ? അതെ, അതെ, അതെ. ഒത്തിരി ആളുകൾ ബന്ധപ്പെട്ടിട്ടുണ്ടാവും ഒന്ന് പ്രതികരണത്തിന്. അതെ, അതെ. ഞാൻ വളരെ, എന്താ പറയാ, ഒന്നാമത് കുറച്ചു ദിവസം വയ്യാതെയായിരുന്നു. പിന്നെ അതുപോലെ ഈ പറഞ്ഞ പോലെ പഠിപ്പിന്റെ കുറച്ച് കാര്യങ്ങളായിട്ട് പുതിയ പ്രൊഡക്ഷൻ നടക്കുന്നു. അപ്പൊ അതിന്റെ വർക്കെല്ലാം ആയിട്ട് ഞാൻ ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ മൂവ് ചെയ്യായിരുന്നു. അതുകൊണ്ടാണ് വൈകിയത്. അപ്പൊ എല്ലാ മാറ്റങ്ങളും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാൻ മാത്രമേ കഴിയൂ. ഉറപ്പായിട്ടും. മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. അല്ല, ഈ ഉണ്ടാവുന്നേ, സമൂഹത്തിൽ ഉണ്ടാവും. വരുന്നവർ ആ ഒരു സ്ത്രീയുടെ പ്രാതിനിധ്യത്തിൽ തന്നെ വരട്ടെ എന്ന് നമ്മളും ആഗ്രഹിക്കുന്നു, നമ്മളെല്ലാം ആഗ്രഹിക്കുന്നതാണ്. രചന പറഞ്ഞ പോലെ ഉർവശി ചേച്ചിയൊക്കെ അതിന് കൃത്യമായ ഒരാൾ തന്നെയാണ്, കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെയുള്ള ആളുകൾ വന്ന് താരസംഘടന തലയുയർത്തി നിൽക്കാൻ കഴിയുന്ന നിലയിലേക്ക് ആകണമെന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. വ്യക്തിപരമായി ഞാനും ആഗ്രഹിക്കുന്നത്. ഞങ്ങൾക്ക് ഈ സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ആഗ്രഹിക്കുന്നത്. എന്തായാലും രചന കാര്യങ്ങളെല്ലാം തുറന്നു തന്നെ പറഞ്ഞു. അതിന് ഒത്തിരി നന്ദിയുണ്ട്. നമുക്കിനി ഇതിന്റെ അടിയിൽ വരുന്ന കമന്റുകളെല്ലാം നമ്മൾ നോക്കേണ്ടത്. കമന്റുകൾ പലതും വരും എന്നുള്ളത്. അങ്ങനെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുമോ? അതെ, 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 അതൊന്നും അതെ. ഒന്നും ഒരു പ്രശ്നമല്ല. പറയട്ടെന്നേ, ആൾക്കാർ പറയട്ടെ. അവർക്ക് അത് സന്തോഷം കിട്ടുകയാണെങ്കിൽ അവരങ്ങോട്ട് സന്തോഷിക്കട്ടെ. എന്താ വെച്ചാൽ എന്നെ അത് ഇതുവരെ ബാധിച്ചിട്ടില്ല. മുമ്പൊക്കെ ബാധിക്കുമായിരുന്നു. ഇപ്പൊ എനിക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. ബിക്കോസ് ഐ നോ വാട്ട് ഐ ആം. ദ പീപ്പിൾ ഹു ആർ അറൌണ്ട് മീ, ദേ നോ ഹു ഐ ആം. അത് മതി എനിക്ക് ഒരു ഹോൾ ലോകത്തിനെ എനിക്ക് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഒത്തിരി പിന്നെ സന്തോഷം. നമ്മൾ, യാ, താങ്ക് യു സോ മച്ച്.